ചെറിയതായിട്ട് വെക്കായി വെച്ചിട്ട് കടലൊക്കെ ഇതാണ്. കടലൊക്കെ നമ്മളെ നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോൾ അതിന് കുറച്ച് ഭക്ഷണമൊക്കെ വേണ്ടി പോവുകയാണ്. ഇതിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പരിപ്പ് കടല, സേമിയ എല്ലാം കൂടെ ഇട്ട് ഞാൻ ചെന്ന് എല്ലാം പോലെ നെയ്യും വറുത്തെടുക്കുകയാണ്. പാലൊക്കെ വെച്ചെടുത്ത് ഇറക്കി കൊടുക്കഞ്ഞ് നല്ല തിളക്കട്ടെ. പായസമൊക്കെ റെഡിയായി. ഇനി മിൽക്ക് വേർഡ് ഇങ്ങനെ വെച്ചു കൊടുക്കാം. മാങ്ങയൊക്കെ പറ്റത് കൊണ്ടുവന്നതാണ്. ചോറ്, ചിക്കൻ കറിയൊക്കെയാണ്. ക്യാബേജ് ഉണ്ട്, കടുമാങ്ങ ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, പായസമുണ്ട്, അച്ചാറുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. ഇന്നത്തെ പായസം വെച്ചു കൊടുക്കുകയാണ്. ചിക്കൻ കറി പോയി ക്യാബേജ്, മാങ്ങച്ചാറ്, പപ്പടം, പായസമൊക്കെ ഉണ്ടാക്കിയതാണ്. നോമ്പിൻ്റെ സേമിയ ബാക്കി ഉണ്ടാക്കുമ്പോൾ പായസം ഉണ്ടാക്കിയതാണ്. നെയ്ച്ചോറ് നെയ്ച്ചോറിൻ്റെ അരി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചിക്കൻ കിട്ടിയപ്പോൾ നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി അടിപൊളിയായിട്ട് കഴിക്കുക വിചാരിച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞാൻ വരി ചോറുന്നാൻ, ഞാൻ ചോറ് തിന്നാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ചോറുന്നാൻ വേണ്ടി എല്ലാവരും കൂടി ഇരിക്കുകയാണ്. കൂട്ടുകാരേക്ക് നമ്മൾ കുറച്ച് പൊടിയൊക്കെ വാട്ടി കത്തി ഇടാൻ പോവുകയാണ്. മോൻക്ക് എളുപ്പം പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പൊടി വാട്ടാൻ വേണ്ടി എടുത്തതാ. പൊടി വാട്ടി വയ്ക്കാൻ വേണ്ടി തട്ടിലേക്ക് ചെന്നാണ്. രാത്രിയാണ്, ഇപ്പോൾ 9:30 മണി ആണ് സമയം. രാവിലെ കൊടുക്കാനുള്ളതാണ്. ബീഫും ഉണ്ട്. കുക്കറിലിട്ട് വെച്ച് അങ്ങനെ നമ്മൾ പത്തിരിയൊക്കെ പരത്തുകയാണ്. പരത്താൻ തുടങ്ങിയിരിക്കണേ. പരത്തിയൊക്കെ ഉണ്ട്. ഇത്തിരി ചൂടുണ്ട്, പരത്തുണ്ട്. എല്ലാ പണിയും കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പത്തിരി ബീഫ് വറ്റണത്. ബീഫൊക്കെ റെഡിയായി. നമ്മളെ ബീഫൊക്കെ ഇനി വെള്ളം വറ്റാനുള്ളൂ. വെളിച്ചെണ്ണൊക്കെ വെച്ച് കഴിച്ചിട്ട് പറ്റിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. രാവിലേക്ക് ചൂടാറണം. അപ്പം അതിന് വേണ്ടി വേഗം രാത്രി തന്നെ ഉണ്ടാക്കുകയാണ്. രാവിലെ കുത്താക്കാനുള്ളതാണ്.